പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീണ വിജയനെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ വിജയനെക്കുറിച്ച് ആദ്യം വീഡിയോ ചെയ്യുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ 2023 6-ാം മാസം വരെ ആർക്കും പിടികൊടുക്കാതെ വീണ എങ്ങനെ വിരാജിച്ചു. പിണറായി വിജയന്റെ മകളായി വീണ വിരാജിച്ചു. അതിനിടയിൽ സ്വപ്ന സുരേഷ് വന്നു. സ്വപ്ന സുരേഷ് ഒരുപാട് ആരോപണങ്ങൾ വീണയെക്കുറിച്ച് പറഞ്ഞു. അതിനൊന്നും മറുപടി ഉണ്ടായില്ല. പക്ഷേ വീണ വലിയൊരു കഥാപാത്രമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ 2023 6-ാം മാസം ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏതാണ്ട് 70-ലധികം പേജുള്ള വിധിന്യായം വന്നപ്പോഴാണ് വീണ വിജയനെ കുറിച്ചിട്ടുള്ള ചർച്ച കൂടുതൽ സജീവമാകുന്നത്. ഞാനൊക്കെ 4 വർഷം മുമ്പ് വീഡിയോ ചെയ്തെങ്കിലും ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല, അതിൻ്റെ വിലയും കൽപ്പിച്ചില്ല. എന്നാൽ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവൊന്നുകൂടി വീണ ചർച്ചാ വിഷയമായി മാറി. എക്സാലോജിക്ക് ചർച്ചാ വിഷയമായി. ആ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പറഞ്ഞിരുന്നത് എന്താണ്? 1,72,00,000 രൂപ CMR എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും നൽകാതെ വാങ്ങി. അത് 2017 മുതൽ 20 വരെയാണ് വാങ്ങിയത്. അത് ഇൻകം ടാക്സുകാരെ അവിടെ റെയ്ഡ് നടത്തിപ്പോൾ കിട്ടിയ രേഖയായിരുന്നു എന്ന് പറഞ്ഞ് അത് വലിയ ചർച്ചയായി കേരള പൊതുസമൂഹത്തിൽ വന്നു. അന്നപ്പോൾ CPM-ഉം എല്ലാവരും കൂടെ ചേർന്നിട്ട് അച്ഛനെയും മകളെയും ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അത് ബാങ്കിൽ കൂടെ സുതാര്യമായിട്ടാണ് നടത്തിയത്. അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ ദുർബലമായിരുന്നു ആ ഡിഫൻസ്. എന്നാലും ഡിഫെൻഡ് ചെയ്ത് വന്നു CPM. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കാര്യത്തിൽ ഡിഫൻസ് ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെ ഡിഫൻസ് വന്നു. അങ്ങനെ അവരെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്തു തുടങ്ങി. 2024 ജനുവരിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനെതിരായി അന്വേഷണം ഏറ്റെടുത്തപ്പോൾ വീണ്ടും ചർച്ച സജീവമായി. എന്നാൽ 2024 ജനുവരിയിൽ അന്വേഷണം ഏറ്റെടുത്തുവെങ്കിലും കഴിഞ്ഞ 1 വർഷക്കാലം ഇതൊന്നും എങ്ങും എത്തിയില്ല. പക്ഷെ അതിനിടയിൽ വീണ നടത്തിയ നിയമ പോരാട്ടങ്ങളെല്ലാം പരാജയപ്പെട്ടു. കേരള ഹൈക്കോടതിയിൽ SFI അന്വേഷണം റദ്ദാക്കണമെന്നും പറഞ്ഞു പോയി, അത് തള്ളപ്പെട്ടു. അതിനുശേഷം കർണാടക ഹൈക്കോടതിയിൽ അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞു പോയി, അത് തള്ളപ്പെട്ടു. അതിനുശേഷം പലതവണ കേരള ഹൈക്കോടതിയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനൊക്കെ ചെന്നു, അതൊക്കെ തള്ളപ്പെട്ടു. അവസാനം CMR-ൽ SFI അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു 2024 മധ്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നു. അത് ഡൽഹി ഹൈക്കോടതിയിൽ അതിങ്ങനെ കിടക്കുകയായിരുന്നു. അവസാനം വാദമെല്ലാം കഴിഞ്ഞു. SFIO ഇത് അന്വേഷണം തുടരണമെന്ന് വാദിച്ചു. കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം തുടരണമെന്ന് വാദിച്ചു. ഇൻകം ടാക്സ് അന്വേഷണം തുടരണമെന്ന് വാദിച്ചു. അങ്ങനെ ഡൽഹി ഹൈക്കോടതി വാദം കേട്ട് ഡിസംബർ 23-ന് ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തു. ജഡ്ജ്മെന്റ് റിസർവ് ചെയ്ത് 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാതിരുന്ന സമയത്ത് ഈ കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിയെ അലഹബാദിലേക്ക് സ്ഥലം മാറ്റി. അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാം തീർന്നു. പക്ഷേ പുതിയ ജഡ്ജി വന്നപ്പോൾ CMR-ൽ അവരെ സമീപിച്ചിട്ട് പറഞ്ഞു പുതിയ ജഡ്ജി വാദം കേൾക്കുന്നവരെ വരെ ഇതിൻ്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. ഇതിനിടയിൽ മധുരയിൽ 2 മുതൽ 6 വരെ കൂടുന്ന പാർട്ടി കോൺഗ്രസിനിടയ്ക്ക് 3-ാം തീയതി ആയപ്പോഴേക്കും വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അനുവാദം കൊടുത്തു എന്നുള്ള വാർത്ത ഇടിത്തീ പോലെ വന്നു വീണു. കമ്പനി ആക്ടിൻ്റെ 447-ാമത്തെ വകുപ്പ് പ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവർ CMR എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് 2,70,00,000 രൂപ ഫ്രോഡുലൻ്റ് ആയിട്ട് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. അതോടുകൂടി ചിത്രമാകെ മാറി. അതിനെ തുടർന്ന് ഈ പറഞ്ഞ പോലെ ഇവരെ പ്രതിരോധിക്കാനായിട്ട് CPM-ന്റെ നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നിലനിൽക്കുന്നില്ല. എന്തായാലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ CMR-ൽ സമീപിച്ചിട്ട് ഈ അന്വേഷണം മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ സാഹചര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചാണ് ഞാനിനി ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യും. അത് കമ്പനീസ് ആക്ടിലെ എനിക്കൊന്ന് 212 തോന്നുന്നു വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് SFIO. SFIO ഒരു ചെറിയ മീനല്ല. SFIO ഒരു വലിയ സംഘടനയാണ്. സംഘടന എന്ന് വെച്ചാൽ വലിയ അധികാരങ്ങളുള്ള
സംഘടനയാണ്. നമുക്കറിയാം സഹാറ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമയായിട്ടുള്ള സുബ്രതോ ബാനർജി 1.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനിയായിരുന്നു. ആ കമ്പനിയുടെ ഉടമയായിട്ടുള്ള സുബ്രതോ ബാനർജി തിഹാർ ജയിലിൽ കിടന്ന് ഇഴഞ്ഞ് മരിച്ചത് ആ അന്വേഷണം നടത്തിയ SFIO ആണ്. SFIOക്ക് അറസ്റ്റിന് അധികാരങ്ങളുണ്ട്. അതിലുപരിയായി SFIO ഒരു അന്വേഷണം ആരംഭിച്ചാൽ സമാന്തര അന്വേഷണം വേറെ ഒരു ഏജൻസിക്ക് നടത്താൻ അവകാശമില്ല. അതായത് SFIO ഒരു അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കി അന്വേഷണങ്ങളൊക്കെ ഇൻഫ്രക്ച്വസ് ആകും. SFIO ഒരു അന്വേഷണം ഏറ്റെടുത്താൽ ബാക്കി അന്വേഷണങ്ങളൊക്കെ അസാധുവാകും. ഇതാണ് നിയമം. അപ്പോൾ വലിയ അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് അറസ്റ്റിന് അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത തള്ളാനാവില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം 2 തവണ അവരെ ഇതിനു മുമ്പ് ചോദ്യം ചെയ്തിരുന്നു. ഇനിയിപ്പോൾ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യാൻ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് SFIOക്ക് കോടതിയോട് ആവശ്യപ്പെടാവുന്നതാണ്. കോടതി അത് കൊടുത്താലും അത്ഭുതപ്പെടേണ്ട. കോടതി അവരോട് മാന്യമായി പെരുമാറുന്ന ഒരു അണ്ടർടേക്കിംഗ് കോടതിയിൽ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യാം. ഇനി അവരെ അറസ്റ്റ് ചെയ്തതിൽ തന്നെ അവർക്ക് സമൻസ് അയക്കാൻ പോവുകയാണ് കോടതി. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ കാര്യത്തിൽ സമൻസ് അയക്കേണ്ടി വരും. അപ്പോൾ സമൻസ് അയക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇത് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ്. ഇത് PMLA ആക്ട് ഉണ്ട്, പ്രിവെൻഷൻ മണി ലോണ്ടറിങ് ആക്ട്. അതിനകത്ത് ഷെഡ്യൂൾഡ് ഒഫൻസാണ്. ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. PMLAയുടെ 29ാമത്തെ വകുപ്പ് പ്രകാരം ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. അതുകൊണ്ട് EDക്ക് അന്വേഷിക്കാം. EDക്ക് ഇതുമായി ബന്ധപ്പെട്ട് രംഗപ്രവേശം ചെയ്യാം. അതുപോലെ തന്നെ CBIക്കും വേണമെങ്കിലും അന്വേഷണവുമായി രംഗത്തേക്ക് വരാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രമല്ല ഇവരുടെ മറ്റു പല ബന്ധങ്ങളും അന്വേഷണത്തിൻ്റെ റഡാറിലുണ്ട് എന്നുള്ള വാർത്തയും പുറത്തുണ്ട്. അബുദാബി ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൾഫിലുള്ള ഒരു ബാങ്കിൽ ഇവർക്ക് വലിയ തുക ഇവരുടെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അതും അന്വേഷണ പരിധിയിൽ വരുന്നു എന്നുമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് വളരെ സങ്കീർണമായിട്ട് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായിട്ടുള്ളൊരു കേസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ലാവ്ലിൻ കേസിൽ സാങ്കേതികമായി പിണറായി പ്രതിയല്ല. പിണറായിയെ കുറ്റമുക്തനാക്കിയ കേസിൽ പിണറായിയെ വീണ്ടും പ്രതി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് CBI സുപ്രീം കോടതിയിൽ പോയി. എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി പിണറായി വിജയൻ ഇപ്പോൾ ആ കേസിൽ പ്രതിയല്ല. പക്ഷേ പിണറായി വിജയൻ്റെ മകളുടെ വിഷയം അതല്ല. പിണറായി വിജയൻ്റെ മകൾ പ്രതിയാണ്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അവരെ കമ്പനീസ് ആക്ടിൻ്റെ 447 വകുപ്പ് പ്രകാരമാണ് പ്രോസിക്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് ലാവ്ലിൻ കേസ് പോലല്ല, ഇത് വളരെ സങ്കീർണമാണ്. ഇതിൽ വലിയ തോതിൽ തെളിവ് അവർക്കെതിരെ ഉണ്ട്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയായിട്ടുള്ള ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലാണ് അവരെക്കുറിച്ച് പരാമർശമുള്ളത്. അവർ 2,70,00,000 രൂപ ഒരു സേവനവും കൊടുക്കാതെ വാങ്ങിച്ചു എന്നുള്ളതാണ് കുറ്റം. പിണറായി മകളായതുകൊണ്ടാണ് അവർ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സങ്കീർണമാണ്. എന്ന് മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. CBI അന്വേഷണത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവർക്ക് ഉടനടി തന്നെ സമൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ കുറ്റപത്രം തള്ളിപ്പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SFIOക്ക് അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. എന്തായാലും ഇവരെ പിടിക്കാൻ വേണ്ടി BJP സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കോർപ്പറേറ്റ് മന്ത്രാലയം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അവരുടെ നില പരിങ്ങലിലാണ് എന്നും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.